This conference will now be recorded. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ വീണ്ടും സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ പാതയിൽ ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവിന്റെ കർത്താവ് ഒരുക്കുന്ന വലിയ നിത്യജീവൻ എന്നുള്ളതായി മാറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അതിനായി ഈ വചന പഠനം കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കണമേ. പങ്കെടുക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. നന്മകളാൽ നയിച്ചാട്ട് യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 6-ാമത്തെ അധ്യായം വരെ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിച്ചത് ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രവചനത്തോട് ചേർന്ന് ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളവിടെ ചിന്തിച്ചത്. എന്നാൽ ഈ 7-ാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് വീണ്ടും ശക്തമായിട്ടുള്ള പ്രവചനങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 7-ാമത്തെ അധ്യായത്തിലെ പ്രവചനം എന്ന് പറയുന്നത് പുതിയൊരു പ്രവചനമാണോ എന്ന് ചോദിച്ചാൽ റിഫ്രഷ് ചെയ്ത പ്രവചനം എന്നതേ ഞാൻ പറയുള്ളൂ. കാരണം കുറച്ചുകൂടി വിവരണം നടത്തുന്ന പ്രവചനമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വളരെ വലിയ പ്രവചനമാണ് കണ്ടത് എങ്കിലും അതിന്റെ പൂർണ്ണമായ വിവരണം നമുക്ക് ലഭിക്കുന്നത് 7-ാമത്തെ, പൂർണ്ണമായത് എന്നല്ല, കുറച്ചുകൂടി ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് ഈ 7-ാമത്തെ അധ്യായമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ദാനിയേലിന് ദർശനങ്ങൾ നൽകുമ്പോൾ ഇവിടെ അത് 4 എണ്ണമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പലപ്പോഴും ഈ പ്രവചനങ്ങൾ പൂർണ്ണമായിട്ട് എങ്ങും പ്രസ്താവിക്കുന്നില്ല. അതൊരു പൂർണ്ണതയിൽ ഇവിടെ പറഞ്ഞത് 7-ാമത്തെ അധ്യായത്തിലാണെങ്കിലും ചില കൺഫ്യൂഷൻസ് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 7-ാമത്തെ അധ്യായം എന്നത് വളരെ ശക്തമായ ഒരു അധ്യായമാണ്. പ്രത്യേകിച്ച് ഈ ലോകത്തിന്റെ മുഴുവൻ ഗതികളെ മാറ്റിമറിക്കുന്ന ആ ഒരു വലിയ കാഴ്ചകൾ നമുക്ക് ഇതിനുള്ളിൽ കാണുവാനായിട്ട്, കണ്ടെത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 2-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നത് ഒരു അവിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, അവിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് 2-ാമത്തെ അധ്യായത്തിലെ പ്രവചനത്തെ പറയുന്നത് എങ്കിൽ ഇത് ദൈവവിശ്വാസിയായ ദൈവദാസനായ ദാനിയേലിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയുവാനാണ് 7-ാം അധ്യായം നമ്മൾ ആ ഒരു 7-ാം അധ്യായത്തെ സമീപിക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ തമ്മിൽ വ്യത്യാസം എന്ന് പറയുവാൻ നമുക്ക് ആവില്ല. കാരണം 2-ാം അധ്യായവും 7-ാം അധ്യായവും വളരെയേറെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് 1-ാമത്തെ വാക്യത്തിലേക്ക് കിടക്കാം. ബാബേൽ രാജാവായ ബെൽഷസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ഇത് മുൻപുണ്ടായതുപോലെ രാജാക്കന്മാര് സ്വപ്നം കാണുകയല്ല, ഇത് ദാനിയേലിന് നേരിട്ട് ഉണ്ടാകുന്ന ദർശനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ബാബേൽ രാജാവായിരിക്കുന്ന ബെൽഷസ്സറിന്റെ കാലത്ത് തന്നെ സംഭവിക്കുന്ന ഈ ദർശനമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ദാനിയേല് ഈ ദർശനം സ്വപ്നത്തിലൂടെയാണ് ദർശിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന 1-ാമത്തെ വാക്യം. അവന് ആ സ്വപ്നം എഴുതി അതിന്റെ സാരം, അതിന്റെ അർത്ഥം വിവരിക്കുന്നതായി നമുക്ക് ഇവിടെ കാണാം. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ,
ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. ആകാശത്തിന്റെ 4 കാറ്റുകൾ മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ആകാശത്തിലെ 4 കാറ്റും. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, 4 ദിക്കിൽ നിന്നും കാറ്റടിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ്, പ്രതിസന്ധിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ആകാശത്തിലെ 4 കാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അതറിയണമെങ്കിൽ നമ്മൾ മഹാസമുദ്രം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. കഴിഞ്ഞ ദിവസവും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. മഹാസമുദ്രം എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീ ആണ്. മെഡിറ്ററേനിയൻ സീ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സംഖ്യാപുസ്തകം അതിന്റെ 34-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ അതിര് തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിന് ദൈവം അതിര് തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇന്നത് മുതൽ ഇന്നത് വരെ, ഇന്നത് മുതൽ ഇന്നത് വരെ. ആ ആധാരം യഥാർത്ഥത്തിൽ ഇത്രയും പഴകിയ ഒരു ആധാരം, ഒരു ഡോക്യുമെന്റ് ഉള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലിന് ഇത് രാജ്യം തിരിച്ചു കൊടുക്കുമ്പോൾ മഹാസമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഏത് സൈഡിലാണ് എന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്നത് ഇത് മെഡിറ്ററേനിയൻ സീ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ സീയെ അവിടെ മഹാസമുദ്രം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വലിയ കാറ്റ്, 4 വശത്തു നിന്നും കാറ്റ് അടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മൾ നോക്കുക, നമ്മൾ നെബൂഖദ്നേസറിന്റെ ആ സ്വപ്നം കണ്ടു. അതിനകത്തില് 4 രാഷ്ട്രങ്ങൾ ഉദയം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ 4 രാഷ്ട്രങ്ങളും എവിടെ നിന്നാണ് വന്നത്? ഏകദേശം മെഡിറ്ററേനിയൻ തീരത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ അവിടെ എന്താ പറയുന്ന മൃഗം ഈ ഒരു മഹാസമുദ്രത്തിൽ നിന്ന് കടന്നു വരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മള് ഈ ഒരു മഹാസമുദ്രം എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് അവിടെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഇത് വിജാതീയരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് വേദപുസ്തകത്തിൽ വേറെ തെളിവുകളുണ്ട്. സങ്കീർത്തനങ്ങൾ 74-13. ആർക്കെങ്കിലും ഒരാൾ എന്നെ ഒന്ന് വേദപുസ്തകം വായിച്ച് സഹായിച്ചാൽ വളരെ നല്ലതായിരുന്നു. സങ്കീർത്തനങ്ങൾ 74-13. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. സമുദ്രത്തെ വിഭാഗിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് ഇനി 89-ാമത്തെ സങ്കീർത്തനം 9-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. നീ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നു, അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു. ഉണ്ടോ? ഇവിടെ ജാതികളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ദൈവമാണ് അവരെ ഭരിക്കുന്നത്, ഇത് വിജാതീയരാണ് എന്നുള്ളതിനെ കുറിച്ച്. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാമത്തെ അധ്യായത്തിലേക്ക് തിരിയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ വിജാതീയരായിട്ടുള്ള ആൾക്കാരെ എന്നുള്ളത് കാണിക്കുന്നതിന് മഹാസമുദ്രം എന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും. ഈ വെള്ളം എന്ന് പറയുന്നത് വംശങ്ങളും ജാതികളുമാണ് എന്ന് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
അപ്പോൾ മഹാസമുദ്രം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിജാതീയരായിട്ടുള്ള ജനസമുദ്രത്തെയാണ് ഇസ്രായേലിനെയല്ല ഉദ്ദേശിക്കുന്നത്. വിജാതീയരായിട്ടുള്ള ജനസമുദ്രത്തെ തന്നെയാണ് ഇവിടെ മഹാസമുദ്രം എന്നതുകൊണ്ട് മെഡിറ്ററേനിയൻ സീയെ ഒരു സിംബോളിക് ആക്ഷനിലൂടെയാണല്ലോ വേദപുസ്തകം പലപ്പോഴും പ്രവചനങ്ങൾ നമ്മോട് സംസാരിക്കുന്നത്. ഇവിടെയും അത് തന്നെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഇനി കാറ്റ് എന്നുള്ളത് ദൈവത്തിന്റെ പരമാധികാരത്തെ കാണിക്കുന്നതാണ്. സങ്കീർത്തന പുസ്തകം അതിന്റെ 95-ാമത്തെ സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവനതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ദൈവത്തിന്റെ കൈയാൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ പരമാധികാരം ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. 48-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം കൂടെ വായിക്കും. നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. കണ്ടോ, ഇവിടെയും തർശീഷ് കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഒരു വ്യാപാര ശക്തി കേന്ദ്രമാണ് തർശീഷ് കപ്പലുകൾ. അതിന്റെ ഒരു ഉപാധിയാണ്. അപ്പൊ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന അന്നത്തെ കാലത്തെ തർശീഷ് കപ്പലുകളെ ഉടച്ചു കളയുവാൻ തക്കവണ്ണം ദൈവം കാറ്റുകളെ നിയന്ത്രിക്കുന്നുവെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. 107-ാമത്തെ സങ്കീർത്തനം, പിന്നെ യെശയ്യാ പ്രവാചക 27, അതുപോലെ 41-ാമത്തെ അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ കാറ്റുകളെ നിയന്ത്രിക്കുന്നതിനായ ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ കാറ്റിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മഹാസമുദ്രം എന്നത് ജനമാണ് എങ്കിൽ ആ ജനത്തിന്റെ ഇടയിൽ 4 കോണിൽ നിന്നും കാറ്റടിപ്പിക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു വലിയ കലഹത്തിന്റെ സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ജനങ്ങളെ മുഴുവൻ കലക്കുകയാണ്. പലവിധമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് വേദപുസ്തകത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാൻ നന്മയും തിന്മയും സൃഷ്ടിക്കുന്നുവെന്ന്. നമ്മൾ പഠിച്ചതാ ആ ഭാഗം. നന്മയും തിന്മയും സൃഷ്ടിക്കുന്നുവെന്ന്. അല്ല, ദൈവം തിന്മ ചെയ്യുമെന്നല്ല പറഞ്ഞത്. ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇതിന്റെ ശക്തി മുഴുവൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പരമാർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ജാതികളുടെ ഇടയിൽ വലിയൊരു കലഹം ഉണ്ടാകുവാനായിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി, അല്ലെങ്കിൽ പരിഹരിക്കാനാകാത്ത ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുവാനായിട്ട് പോകുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷെ ഈ ഇളക്കങ്ങളെല്ലാം ദൈവത്തിന്റെ അറിവോടുകൂടിയാണ് സംഭവിക്കുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ മാതൃരാജ്യത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, ആ മഹാരാജ്യത്തിന്റെ ചുറ്റും വസിക്കുന്ന ആ അയൽ രാജ്യങ്ങളെല്ലാം ഇന്ത്യയെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലായിടത്തും വളരെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഇനി ഗൾഫ് മേഖല ഒന്ന് എടുത്തു നോക്ക്, അവിടെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്തെ എടുത്തു നോക്ക്, വളരെ ഭീതിയോടുകൂടിയാണ് ജനങ്ങൾ എല്ലാവരും കഴിയുന്നത്. പലയിടങ്ങളിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കിം ജോ ഉൻ പറയുന്നത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ തകർക്കുവാനായിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന റിമോട്ട് മണി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്ങൾ ഈ രാജ്യങ്ങളെ എല്ലാം ഗ്രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം കടന്നു വരുന്നത് ദൈവത്തിന്റെ അറിവോടുകൂടി തന്നെയാണ്. ഇനി അതിലുമപ്പുറമായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി, ഇപ്പൊ 1 വർഷമാകാൻ പോവുക, മാർച്ച് മാസത്തിൽ അടച്ചു പൂട്ടപ്പെട്ട നമ്മളെല്ലാവരും ഇന്നും അതിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു പക്ഷെങ്കിൽ അടുത്ത 1 വർഷം കൂടി വേണ്ടി വരും നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മഹാവ്യാധി, കോവിഡ് എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധി ഈ ലോകത്തിൽ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. 4 കോണിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി. സകല രാജ്യങ്ങളും, സകല വംശങ്ങളും, സകല ദേശങ്ങളും, സകല രാജ്യങ്ങളും വളരെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളെ നേരിട്ടുകൊണ്ടിരിക്കുക. സാമ്പത്തികമായിട്ട് ഞെരുക്കം, അല്ലാതെ ഫുഡിൻ്റെതായിട്ടുള്ള ഞെരുക്കം, ഏത് വിധത്തിൽ നോക്കിയാലും ആളുകൾക്ക് പ്രതിസന്ധി,
സ്വന്തക്കാർ പോലും മരിക്കുമ്പോൾ പോലും അവരെ ഒന്ന് കാണുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ സ്വന്തക്കാരുടെ ഒരു വിശേഷത്തിൽ പോയി പങ്കെടുക്കുവാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. ലോകമെമ്പാടും പ്രശ്നങ്ങൾ 4 കോണിൽ നിന്നും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് മാറിയാൽ ഇതിലും വലിയ പ്രതിസന്ധികൾ ഇനിയും ലോകത്തിലുണ്ടാകും. ഒരു പക്ഷെങ്കിൽ നമ്മൾ വിചാരിച്ചു ഈ ലോകത്തില് സാഴ്സ് വന്നപ്പോൾ വിചാരിച്ചു നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇതിനു മുമ്പ് കോളറ വന്നപ്പോഴും 1950കളിൽ ആൾക്കാർ വിചാരിച്ചു ഇനിയും രക്ഷപ്പെട്ടു. പക്ഷെ ഈ 2000 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്തു നോക്കുമ്പോൾ പ്രളയങ്ങൾ, കാട്ടുതീ, അതുപോലെ ആകാശത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, പലവിധമായിട്ടുള്ള പ്രതിസന്ധികൾ, ഈ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് പല വിധത്തിൽ 4 കോണിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ലാഞ്ചനയാണ്. 4 കാറ്റും ദേശങ്ങളിൽ മുഴുവൻ അടിക്കുന്നതിന്റെ ലാഞ്ചനയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ 4 കാറ്റും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു. നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ നെബൂഖദ്നേസറിന്റെ സ്വപ്നവും കൂടെ ചേർത്ത് വായിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ കണ്ടത് ഒരു ബിംബം, ആ ബിംബത്തിന്റെ തല തങ്കം, അതിന് താഴെ വെള്ളി, അതിന് താഴെ താമ്രം, അതിനുശേഷം ഇരുമ്പ്, പിന്നെ ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്നിട്ടുള്ള പാദത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതേ കാര്യം തന്നെയാണ് ഇവിടെ വിവരിക്കുന്നത്. നമ്മൾ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1-ാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകൻ ചിറകുമുള്ളതായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യരെ പോലെ നിവർത്തി നിർത്തി. അതിന് മനുഷ്യ ഹൃദയവും കൊടുത്തു. ഇത് നമുക്ക് മനസ്സിലാക്കുവാനായി വലിയ പ്രയാസമില്ലാത്ത ഒരു ഭാഗമാണ്. നെബൂഖദ്നേസറിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിന് മനസ്സിലാക്കുവാനായി 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടി ഒന്ന് വായിക്കാം. ഈ ദാനിയേൽ പ്രവചനം തന്നെ 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപമഹത്വം, പ്രതാപം എന്നുള്ളൊരു വാക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് വായിപ്പിച്ചത്. സാധാരണ സിംഹം എന്ന് പറയുന്നത് കാട്ടിലെ രാജാവായിട്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്. വളരെ പ്രതാപത്തോടുകൂടി അതിന്റെ ആ തലയെടുപ്പും എല്ലാം നമ്മളൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുത്തെ സൂവിലൊക്കെ ഒന്ന് പോയി കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതാ ഒരു രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെയുള്ള പ്രതാപത്തോടുകൂടി ഇരിക്കുന്ന ആ ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതാണ് സിംഹത്തിന്റെ പ്രതാപം. ഇനി സിംഹത്തെ കൊണ്ട് ഈ വലിയൊരു വംശം ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ളത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാവ് 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. നെബൂഖദ്നേസറിനെ കുറിച്ച് വളരെയേറെ പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സിംഹം പള്ളക്കാട്ടിൽ നിന്ന്, കണ്ടോ, സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു. സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു. വായിക്കേ. ജാതികളുടെ സംഹാരകനിതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തന്റെ സ്ഥലം വിട്ട് പുറപ്പെട്ടിരിക്കുന്നു. കണ്ടോ, ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നെബൂഖദ്നേസറിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് വ്യക്തമായിട്ട് പ്രതാപത്തോടു കൂടിയ നെബൂഖദ്നേസറിന്റെ ആ ഒരു ചിത്രമാണ് ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് സിംഹം. ഇനി ഈ സിംഹത്തിന് കഴുകിന്റെ ചിറകുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിംഹത്തിന്റെ ശക്തിയും കഴുകന്റെ ചിറകും
ഈ ബാബിലോണിയൻ സാമ്രാജ്യം തുടങ്ങിയപ്പോഴുണ്ടല്ലോ, അതിന് ഈ എല്ലാ സാമ്രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാകുമല്ലോ, ഒരു മുദ്ര അവിടെ പതിപ്പിക്കുമല്ലോ. ഇന്ത്യക്കാണെങ്കിൽ നമുക്കറിയാം അശോക സ്തംഭമാണ് നമ്മുടെ ഒക്കെ ആ ഒരു സിമ്പൽ. ഇവിടെ മേപ്പിൾ ലീഫിനെ കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു രാജ്യം അതിനെ മുദ്രയാക്കി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ മുദ്രയാക്കി വെച്ചിരുന്ന ഏതാണെന്നറിയാമോ? സിംഹത്തിന്റെ ഒരു ചിത്രമാണ്. ആ സിംഹത്തിന് കഴുകിന്റെ ചിറക് ആയിരുന്നു. അപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ സിംഹത്തിന്റെ ശക്തിയും കഴുകിന്റെ ചിറകുമുള്ള ആ ഒരു മുദ്ര വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഇത് ഈ ഒരു അവിടെ അന്നത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബാബിലോണിയൻ സാമ്രാജ്യത്തെ ഒന്നുകൂടി പുതുക്കുവാനൊക്കെ പല ഇറാഖികളും ശ്രമിച്ചതായിട്ട് നമുക്ക് വാർത്തകളിലൊക്കെ വായിച്ച് അറിയുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എനിവേ, ഈ ഒരു മുദ്ര ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ഈ മുദ്ര ആയിരിക്കുന്ന സിംഹത്തോട് സദൃശ്യവും കഴുകിന്റെ ചിറകുമുള്ളതായിട്ടുള്ള ഈ ഒരു മഹാമൃഗം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി എന്ന് വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം ചരിത്രം എന്താണ്. രാജാവ് തന്നെ പറയുന്ന ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം ചിറക് കൊഴിച്ചതായിട്ട് വ്യക്തമായിട്ട് ഈ നെബൂഖദ്നേസർ തന്നെ ഈ ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വലിയൊരു പ്രശ്നം, അതിനുശേഷം അവിടെ അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിന് മനുഷ്യ ഹൃദയവും കൊടുത്തു. അത്രയും നാളും വളരെ ക്രൂരമായിട്ട് ചിന്തിച്ചിരുന്ന, സ്റ്റബണായിരുന്ന നെബൂഖദ്നേസറിന് മാനുഷ്യമായിട്ടുള്ള ഒരു ഹൃദയം ദൈവം കൊടുക്കുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്, കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അതിന്റെ ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയല് കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട്, എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നമുക്കറിയാം. രണ്ടാമത്തേത് വെള്ളിയോട് സദൃശ്യം ആയിട്ടുള്ള ആ ബിംബത്തിന്റെ ഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മേദ്യ പാഴ്സ്യ വംശങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അവിടെ 2 കൈകളെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. മേദ്യരും പാഴ്സ്യരും അവര് ഒരു ശരീരത്തിന്റെ 2 കരങ്ങൾ പോലെയാണ് പ്രവർത്തിച്ചത്. മേദ്യ രാജാവായ ദാരിയാവേശിനെ കുറിച്ച് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മേദ്യ രാജാവായ ദാരിയാവേശിന് 62 വയസ്സുള്ള ആളായിരുന്നു. എന്നാൽ അതിനുശേഷം കോരശ് രാജാവ് വരുന്നു. ഈ അദ്ദേഹത്തോടൊപ്പം കോരശ് രാജാവ് വരുന്നു. അമ്മാവനും അനന്തരവനും, അമ്മാച്ചനും അനന്തരവനും രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ഒരു ഹൃദയം പോലെ പ്രവർത്തിച്ചുകൊണ്ട് അവർ നിന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, കരടിയുടെ ഒരു ഭാഗം തോള് ഉയർത്തിയതായിട്ട്, പാർശ്വം ഉയർത്തിയതായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഡാരിയസിന്റെ ആ സാമ്രാജ്യം, മേദ്യ സാമ്രാജ്യം പിന്നീട് ശക്തി കുറഞ്ഞു നിൽക്കുമ്പോഴും പേർഷ്യൻ സാമ്രാജ്യം കുറച്ചുകൂടി ശക്തി പ്രാപിക്കുകയായിരുന്നു, പ്രബലമാകുകയായിരുന്നു. ഒരുപക്ഷെങ്കിൽ ദൈവത്തിന്റെ ആലയം പണിയുവാനായി ദൈവം തന്നെ ആ ഒരു സിംഹാസനത്തെ ശക്തിയുള്ളതാക്കി മാറ്റിയതാണ് എന്ന് നമ്മൾ നെഹമ്യാവിന്റെയും എസ്രയുടെയും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വായിച്ചറിയുവാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ലോകത്തിൽ സംഭവിച്ചു എന്ന് ചരിത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒരു പാർശ്വം, അതിന്റെ ഒരു പാർശ്വം ഉയർത്തി എന്ന് പറയുമ്പോൾ അത് പേർഷ്യൻ സാമ്രാജ്യത്തെയാണ് പറയുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അതിനോടൊപ്പം പറയുന്നു, വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയല് കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട്, എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക എന്ന് പറഞ്ഞിരിക്കുന്നു.
ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ മേദ്യ പാഴ്സ്യ വംശങ്ങൾ എങ്ങനെയാണ് അവര് ഈ ലോകത്തിൽ രാജ്യങ്ങളെ കീഴടക്കിയത് എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ പ്രധാനമായ 3 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ബാബിലോൺ, ലിബിയ, ഈജിപ്റ്റ്. ഈ 3 പ്രദേശങ്ങളും വളരെ ശക്തി ആർജിച്ച വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ഈ 3 സ്ഥലങ്ങളെയും അവര് കീഴടക്കുന്ന ഒരു രംഗമാണ് വായിൽ വാരിയല് പിടിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണുന്നത്. 3 വാരിയല് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇവരെ കാർന്ന് തിന്നുകൊണ്ട് അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ടാണ് അവര് ഉദയം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെ അവിടെ ഈ പറയുന്ന രാജവംശം മേദ്യ പാഴ്സ്യ വംശങ്ങൾ ഒന്നിച്ച് ഇവരെ എടുക്കുമ്പോൾ ഇതിനകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക. 3 വാരിയല്ലാണ് കഴിച്ചു പിടിച്ചിരിക്കുന്നത്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക. ഇതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഏകദേശം 2 മില്യണോളം ആളുകൾ അന്നത്തെ അവരുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 2 മില്യന് മേളിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അന്നത്തെ അവരുടെ സൈന്യം. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര BC-യിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. BC-യിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ 2 മില്യൺ ആൾക്കാര് ഈ അവരുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു ഈ മേദ്യ പാഴ്സ്യ വംശങ്ങൾ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യം. അതുകൊണ്ട് തന്നെ അവർ ഈ ലോകത്തിൽ പലയിടങ്ങളും കീഴടക്കിയപ്പോൾ അവർ ഈ ലോകത്തിലെ അനേക ആൾക്കാരെ കൊന്നൊടുക്കി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാംസം, ധാരാളം മാംസം തിന്നുക എന്നത് പറഞ്ഞിരിക്കുന്നത്. അനേകരെ കൊന്നു വീഴ്ത്തി, കൊന്നു തള്ളിക്കളഞ്ഞു. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് പറഞ്ഞിരിക്കുന്നു, പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന്റെ 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. ഇവിടെ കണ്ടോ, പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. നമ്മൾ ആദ്യം കണ്ടത് ആദ്യത്തെ സിംഹം, കഴുകന്റെ ചിറക് പോലെ ഉള്ള പ്രതാപമുള്ള, സിംഹത്തിന്റെ പ്രതാപമുള്ള, കഴുകന്റെ പോലെ വേഗതയുള്ള നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ഒരു പാർശ്വം ഉയർത്തി വായിൽ 3 വാരിയല് കടിച്ചു പിടിച്ചുകൊണ്ട് വരുന്ന മേദ്യ പാഴ്സ്യ വംശത്തെ കരടിയോട് സദൃശ്യമായിട്ട് പറയുന്നുവെങ്കിൽ അടുത്തത് പുള്ളിപ്പുലിക്ക് സദൃശ്യമായിട്ടുള്ള അടുത്ത ഒരു മഹാരാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് അലക്സാണ്ടറെ കുറിച്ചാണെന്ന് നമ്മൾ നേരത്തെ നെബൂഖദ്നേസറിന്റെ ആ സ്വപ്നത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രാജവംശം അടുത്തതായിട്ട് ഉദയം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അലക്സാണ്ടറിന്റെ രാജവംശത്തെ കുറിച്ച് നമുക്കറിയാം, പെട്ടെന്ന് കടന്നു വന്നതാണ്. ഞാൻ നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിശീഘ്രം കടന്നു വന്ന ഒരു രാജവംശമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ മേദ്യ പാഴ്സ്യ രാജവംശത്തിന് ഏകദേശം 2 മില്യണിൽ മേലെ സൈന്യം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അവരെ കീഴടക്കണമെങ്കിൽ ഏകദേശം അതിലും കൂടുതൽ ആളുകൾ, 2 മില്യണിൽ കൂടുതൽ ആളുകൾ അവിടെ ആവശ്യമാണ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഏകദേശം വളരെ ചുരുക്കം, അതിന്റെ 4/1 പോലും ഇല്ലാത്ത ആളുകളെ കൊണ്ടാണ് ഈ അലക്സാണ്ടർ ഈ മേദ്യ പാഴ്സ്യ രാജവംശത്തെ തകർത്ത് കളഞ്ഞത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ എവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം? എന്റെ അറിവനുസരിച്ചിട്ട് ഒരു 20,000-നും 30,000-നും ഇടയ്ക്ക് ആളുകൾ ആയിരുന്നു അവരുടെ സൈന്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 മില്യൺ ആൾക്കാരെ എങ്ങനെ, ഈ 20,000 അല്ലെ 30,000 അല്ലെ 40,000 ഒന്ന് കൂട്ടിക്കോ, അത്രയും പേര് എങ്ങനെ ഈ വരുന്ന 2 മില്യൺ ആൾക്കാരെ നശിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ എങ്ങനെ വിജയിക്കുവാൻ സാധിച്ചു? അവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പുള്ളിപ്പുലിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
പുള്ളിപ്പുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശീഘ്രത്തില് ഓടുന്നത്, വളരെ വേഗം കൂടിയ മൃഗമാണ്. നിൽക്കുന്ന നിപ്പിൽ നല്ല ഫാസ്റ്റായിട്ട് പോകുവാനായിട്ട് കഴിയുന്ന മൃഗമാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നതും അതിന് മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. ഇവിടെ ഒരു ഹീബ്രു വേർഡ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പക്ഷിക്ക് പറയുന്നത് കോഴിയെ പോലെയുള്ള പക്ഷി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പം കോഴി പറക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം അല്ലെ, നാട്ടില് ജനിച്ചു വളർന്നവർക്കൊക്കെ അറിയാം കോഴി എങ്ങനെയാ പറക്കുന്നതെന്ന്. നമ്മള് എന്താ ആ കോഴി പറക്കുക എന്ന് പറഞ്ഞാൽ വലിയ മുകളിലൂടെ അങ്ങ് പറന്നു പോവുമല്ല, കഴിയുന്നത്ര ഭൂമിയോട് ചേർന്ന് തന്നെയാണ് അത് പറന്നു പോകുന്നത്. ഭൂമിയിൽ നിന്ന് ഒരല്പം പൊങ്ങും, പക്ഷെങ്കിൽ നിൽക്കുന്ന നിപ്പി ഭയങ്കര സ്പീഡിൽ ഇതിന് പോകാനായിട്ട് പറ്റും. ഇവിടെ കോഴിയെ പോലെ മിക്കവാറും ഈ അലക്സാണ്ടറിന്റെ ആ ഒരു അന്നത്തെ കാലത്തെ യുദ്ധങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്ത്രപരമായിട്ട് അതിശീഘ്രം ചെന്ന് താഴെക്കിടയിൽ നിന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വെറുമൊരു നേരെ ചെന്നുള്ള യുദ്ധത്തിന് തന്നെയാണ് പോകുന്നതെങ്കിൽ പോലും കോഴി താഴ്ന്നു പറക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ, എന്നാൽ വളരെ ശരം പോലെയുള്ള വേഗത്തില് ഏറ്റവും തീവ്രമായിട്ട് ചെന്ന് ആക്രമിച്ച് കീഴടക്കുന്ന അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രമാണ് അദ്ദേഹത്തെ ഈ വലിയ രാജ്യത്തിന് ഉടമയാക്കി മാറ്റിയത്. ഈ 33-ാം വയസ്സ് വരെയുള്ള ജീവിതത്തില് അനേക രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചതെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവം പറഞ്ഞിട്ടാണ്, ദൈവത്തിന്റെ കൃപയാലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ദൈവം അവന് അതിനൊരു കഴിവിനെ കൊടുത്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മൃഗത്തിന് 4 തല ഉണ്ടായിരുന്നു. ഇതെന്താണ്? നമ്മള് 11-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനത്തിന്റെ 11-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 3 മുതൽ അല്ലെങ്കിൽ 3-4 വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. പിന്നെ വിക്രമനായ രാജാവ് എഴുന്നേൽക്കും, അവൻ വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും കണ്ടോ? ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നു, വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും, അവൻ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. അപ്പോൾ നിൽക്കുമ്പോൾ തന്നെ, അവന് നിൽക്കാൻ പ്രാപ്തിയുള്ളപ്പോൾ തന്നെ അവന് രോഗം വന്ന് വരിച്ചതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അലക്സാണ്ടറുടെ തകർച്ചയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആകാശത്തിലെ 4 കാറ്റിലേക്കും അവന്റെ രാജ്യം ഭിന്നിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പറയുന്നു, അത് അവന്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല, അവന്റെ രാജ്യത്വം നിർമൂലമായി അവർക്കല്ല അന്യർക്ക് അധീനമാകും. അന്യർക്ക് അധീനമാകും, സന്തതിക്കല്ല. ഇത് വേദപുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നതാണ്. അലക്സാണ്ടറുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയേ, നമുക്ക് കാണാം, വളരെ വിക്രമനായിട്ടുള്ള രാജാവായി, പുള്ളിപ്പുലിയെ പോലെ, ഈ താഴ്ന്ന പറക്കുന്ന കോഴിയെ പോലെ ശീഘ്രം വന്ന് ആക്രമിച്ച് കീഴടക്കുന്ന ഒരു ശൈലി, ഒരു യുദ്ധതന്ത്രത്തോടു കൂടി വന്ന് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ വരെ വന്ന് കീഴടക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ഇതെല്ലാം ചെയ്തുവെങ്കിലും പറഞ്ഞിരിക്കുന്ന നിൽക്കുന്ന നിൽപ്പിൽ അദ്ദേഹം മരിച്ചു പോകും. നിൽക്കുന്ന നിൽപ്പിൽ അദ്ദേഹം മരിച്ചു പോകുമെന്ന് മാത്രമല്ല, ആ മൃഗത്തിന് 4, അതായത് അലക്സാണ്ടറിന്റെ ശേഷം 4 മൃഗങ്ങൾ കൂടി ആയിട്ട് അത് ഭിന്നിച്ചു പോകുന്നതായിട്ട് കാണുന്നു. 4 തലകൾ, 4 മൃഗമല്ല, 4 തലകളായിട്ട് അത് ഭിന്നിച്ചു പോകുന്നു. എന്ന് വെച്ചാൽ രാജ്യം വിഭജിച്ച് 4ആയിട്ട് പോവുകയാണ്. ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തന്മാരായിട്ടുള്ള ടോളമി, സെലൂക്കസ്,
അതുപോലെ അവർ രണ്ടുമാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രധാനികളായിട്ട് വന്നത്. വീണ്ടും രണ്ടുപേരും കൊണ്ടുണ്ട്, ലസിമാക്കസും ഉണ്ട്, അതുപോലെ കസാൻഡറും ഉണ്ട്. ഇവരെല്ലാരും കൂടെ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ഈ കസാൻഡർ ഇവരെല്ലാം ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ഈ അലക്സാണ്ടറിന് ഒരു മകനുണ്ടായിരുന്നു. അലക്സാണ്ടറിന്റെ മരണശേഷമാണ് ഈ കുഞ്ഞ് പിറന്നതെന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതിന് മുമ്പേ ആണെന്നോ ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി, ഈ അലക്സാണ്ടറിനുണ്ടായ കുഞ്ഞിനെ അവര് അടുത്ത രാജാവാകാതിരിക്കാൻ വേണ്ടി അവർ കൊന്നുകളഞ്ഞു. ആ വംശത്തെ മുഴുവനായിട്ട്, അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിലുണ്ടായിരുന്ന പലരെയും അവർ കൊന്നുകളഞ്ഞതായിട്ട് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ സന്തതിക്കല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ വ്യക്തമായിരിക്കുന്നു. അലക്സാണ്ടറിന് ആകെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. പിന്നീട് സംഭവിച്ചത്, ടോളമി എന്ന് പറയുന്ന ആള് ഈജിപ്റ്റ് അങ്ങെടുത്തു, സെലൂക്കസ് സിറിയ എടുത്തു, കസാൻഡർ മാസിഡോണിയ എന്ന് പറയുന്ന സാമ്രാജ്യം, ഗ്രീസും ഒക്കെ കൂടെ ചേർത്ത് ഒരു സാമ്രാജ്യം ഉണ്ടാക്കി. ലസിമാക്കസ് എന്ത് ചെയ്യുന്നറിയാമോ? ഏഷ്യ മൈനർ അങ്ങ് ഭരിക്കുവാൻ തുടങ്ങി. ഇതിനകത്തിൽ ടോളമി സെലൂക്കസുമാണ് ഏറ്റവും ആധിപത്യത്തോടു കൂടി നിലനിന്നിരുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ 4 തലകൾ പിന്നീട് 4 രാജ്യങ്ങളായിട്ട് മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പുള്ളിപ്പുലിയെ പോലെ വന്നവന്റെ ജീവിതത്തിന് ഒരു വിരാമം ഉണ്ടാകുമ്പോൾ അവിടെ ഈ 4 ഭാഗങ്ങളായിട്ട് വിഭജിച്ച് അതിനുശേഷം ഒരു ഭരണം ഉണ്ടായിരിക്കും. ഇതും വ്യക്തമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമായുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇരുമ്പ് പോലെ ബലമുള്ള ആ ബിംബത്തിന്റെ ഭാഗം, ഇരുമ്പ് പോലെ ബലമുള്ള ഒരു സാമ്രാജ്യം കടന്നു വരുന്നതായിട്ട് അവിടെ വ്യക്തമാക്കിയിരുന്നു. ഇത്രയും നേരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ആദ്യം സിംഹത്തോട് സദൃശ്യം, രണ്ടാമത് കരടിയോട് സദൃശ്യം, മൂന്നാമത് പുള്ളിപ്പുലിയോട് സദൃശ്യമായിട്ടുള്ള രാജ്യങ്ങൾ. എന്നാൽ 4മത്തെ രാജ്യം വരുമ്പോൾ ഏത് മൃഗത്തോടാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, പേരില്ല. അപ്പോ പലപ്പോഴും നമ്മളുടെ ഒരു മനസ്സിലാക്കൽ അനുസരിച്ചിട്ട് ഇരുമ്പ് പോലെ പിന്നീട് വന്ന ക്രൂരമായ ഒരു ഭരണം അല്ലെങ്കിൽ ശക്തമായ ഒരു ഭരണവുമായിട്ട് വന്നവരെന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യമാണ്. ഈ റോമൻ സാമ്രാജ്യമാണ് എങ്കിൽ പോലും ഇവിടെ പേര് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഏത് മൃഗത്തിന്റെ സാദൃശ്യമാണ് അതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷെങ്കിൽ റോമൻ സാമ്രാജ്യമോ അതിനോട് അല്ലെങ്കിൽ അതേപോലെ തന്നെ അധികാരത്തിൽ വന്ന മറ്റൊരു വംശം കൂടി പിന്നീട് ഉണ്ടായിട്ടുണ്ട്, ഒട്ടോമൻ രാജവംശം. ഒരു തരത്തിൽ പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിന്റെ ആ അധികാരം പോലെ തന്നെ, എന്ന് വെച്ചാൽ ആ അധികാര തണലിലാണ് അല്ലെങ്കിൽ ആ അധികാരം പോലെയാണ് ഇവർക്കൊരു അധികാരം ഉണ്ടായതെന്ന് പറയുമ്പോൾ അവരുടെ ശൈലിയാണ് ഒട്ടോമൻ സാമ്രാജ്യം സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നു അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു, അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ ചവിട്ടിക്കളഞ്ഞു. റോമൻ സാമ്രാജ്യം ഇത് തന്നെയാണ് ചെയ്തത്. AD 70 സകലവും തിന്നുകയും അല്ലെങ്കിൽ അവര് തകർക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം ഏറ്റവും അവസാനം ബാക്കിയുള്ളവരെ മുഴുവൻ ചവിട്ടി ചിതറിച്ചു കളയുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ,
പിന്നീട് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒട്ടോമൻ സാമ്രാജ്യവും ഈ ഒരു രീതിയിലാണ്, ഇതേ ശൈലിയാണ് അവർ സ്വീകരിച്ചതെന്ന് വെച്ചാൽ അവരുടെ അധികാര ശൈലിയാണ് ഇവർ സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ആ ഒരു ക്രൂരമായിട്ടുള്ള ഭരണത്തിന്റെ ശൈലിയാണ് ഇവര് സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്കിതിനെ വിവേചിച്ച് അറിയുവാൻ പലപ്പോഴും സാധിക്കുകയില്ല. അത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ സകലതിനെയും ചവിട്ടിക്കളയുന്ന ക്രൂരമായിട്ടുള്ള ഒരു ഭരണം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്തുടർച്ച അവകാശികൾ അല്ലെങ്കിൽ രാജവംശത്തിലുള്ള ആളുകൾ തന്നെ തുടർന്ന് ഭരിക്കുക എന്നുള്ളതല്ല. ഇത് വളരെ വ്യത്യസ്തമായ ഭരണം. ഒരു പക്ഷെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണമാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം അതുപോലെ, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഒരു പ്രാകൃത രൂപമാണ് റോമൻ ഭരണത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ക്രൂരമായിട്ടുള്ള ഭരണമാണ്, കിരാതമായിട്ടുള്ള ഭരണമാണ് അവർ കാഴ്ചവെച്ചത്. അതേ ശൈലി തന്നെ ഒട്ടോമൻ സാമ്രാജ്യവും പിന്തുടർന്നുവെങ്കിൽ, അവരുടെ ആ ശൈലിയാണ് സ്വീകരിച്ചതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളും, അതോടൊപ്പം ചൈന, അതുപോലെ മറ്റ് ലോക രാജ്യങ്ങൾ അനേകം, ഒരു പക്ഷെങ്കിൽ നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ ഉൾപ്പെടെയുള്ള യൂറോപ്പിലേക്ക് വരെ അവർ കടന്നു ചെല്ലുന്ന വലിയൊരു കാഴ്ച നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. വളരെ നാളുകൾ രാജ്യങ്ങളെ ഭരിച്ച ഒരു വലിയ സംസ്കാരം മാത്രമല്ല, സകലവും ചവിട്ടി തേച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പിന്തുടർച്ചയായിട്ട് വന്നവരെങ്ങനെയാണ് ചെയ്തതെന്നറിയാമോ? ഒരു ദേശത്തെ ഒന്ന് ആക്രമിച്ച് കീഴടക്കി കഴിഞ്ഞാൽ അവരുടെ സംസ്കാരത്തെ പോലും ചവിട്ടി ഉടച്ചു കളഞ്ഞു കളയും. അവരെ മുഴുവൻ കൺവേർട്ട് ചെയ്യും, മതം മാറ്റം നടത്തും. ആ ദേശം മുഴുവൻ ഉണ്ടായിരുന്ന ആരാധനാലയങ്ങളെ തച്ചുടച്ചുകൊണ്ട് പുതിയ അവരുടെ മുസ്ലിം ആരാധനകളെ അവിടെ അവർ സ്ഥാപിക്കും. ഇതൊക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം തന്നെയായിരുന്നു. അപ്പോ പിന്തുടർച്ച ഭരണമല്ല, മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഭരണമാണ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു സാമ്രാജ്യത്തിന്റെ ശക്തി തന്നെ വീണ്ടും ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. റോം പോലെ, അല്ലെങ്കിൽ റോമിന്റെ ആ അധികാര ശൈലിയെ സ്വീകരിച്ചുകൊണ്ട് അവര് ഈ ഒട്ടോമൻ സാമ്രാജ്യം സകലരെയും ചവിട്ടി തകർത്ത് കളഞ്ഞുവെങ്കിൽ, അവരെ തിന്നു മുടിച്ചുവെങ്കിൽ, അതേപോലെ തന്നെ അവരുടെ സംസ്കാരത്തെ പോലും നീക്കിക്കൊണ്ട് പുതിയൊരു സംസ്കാരത്തെ അവരുടെ ഇടയിൽ കൊണ്ടുവരുവാൻ അന്ന് അവര് ശ്രമിച്ചുവെങ്കിൽ, അതേ രീതിയിൽ തന്നെ ഇന്ന് നമ്മൾ നോക്കുക, സാമ്രാജ്യത്തെ ശക്തികളിലേക്ക് നോക്കുക. അന്ന് ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന ആ മുസ്ലിം സാമ്രാജ്യങ്ങൾ അവര് ലോകം മുഴുവൻ ഭരിച്ചുവെങ്കിൽ, കോൺസ്റ്റാന്റിനോപ്പിൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങൾ കടന്നുകൊണ്ട് അവര് ആക്രമണം നടത്തി കീഴടക്കിയെങ്കിൽ, അവരുടെ സംസ്കാരം പോലും മാറ്റിമറിച്ചുവെങ്കിൽ, അവര് വീണ്ടും ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ 10 കൊമ്പുകൾ നമ്മൾ പലപ്പോഴും പറയും, ഞാൻ പലപ്പോഴും ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബ്രെക്സിറ്റ് അതിന്റെ ഒരു ഭാഗമാണ്, ഒരു പക്ഷെങ്കിൽ അതൊരു ഭാഗമായി മാറും എന്ന് നമുക്ക് അനുമാനിക്കാം. തീർച്ചയൊന്നുമല്ല കേട്ടോ. ഒരു പക്ഷേ ബ്രെക്സിറ്റ് എന്ന് പറയുന്നത് ഇത് ആ ഒരു ഇതിന്റെ തുടക്കമാണ്, 10 കൊമ്പ് വരുന്നതിന്റെ തുടക്കമാണ്. ബ്രിട്ടൻ എക്സിറ്റ് എന്നുള്ളതാണ് ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അവര് ബ്രിട്ടൻ എക്സിറ്റ് ആയതിനെ കുറിച്ചാണ് ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. അപ്പോ അടുത്തത് ഫ്രാൻസിലൂടെ പോകാനായിട്ട് തുടങ്ങുക. ഈ ഫ്രാൻസിലൂടെ പോയി കഴിയുമ്പോൾ അവിടെ അടുത്ത 10 പേരാണ് വരാൻ പോകുന്നത് പ്രധാനമായിട്ട്. പിന്നെ ഉണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ, അതിനകത്തില് പല രാജ്യങ്ങളും ഉണ്ട്. എങ്കിലും പ്രമുഖമായിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് 10 രാഷ്ട്രങ്ങളാണ്. ഈ 10 രാഷ്ട്രങ്ങൾ ഫ്രാൻസിലൂടെ മാറിക്കഴിഞ്ഞാൽ 10 രാഷ്ട്രങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ ഒരു 10 കൊമ്പുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം
സാമ്രാജ്യത്വ ശക്തികൾ റോമിന്റെ ആ അധികാര ശൈലിയിലാണ് അവർ ഒട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചതെങ്കിൽ ഇന്നും ആ അധികാരത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ഇന്ന് ലോക രാഷ്ട്രങ്ങളിൽ മുഴുവൻ അവർ വീണ്ടും ഭരണം നടത്തുവാനായിട്ട് പോവുകയാണ് എന്നുള്ളതിന്റെ തെളിവാണ്. ഇന്ന് തന്നെ നോക്കുക, നമ്മുടെയൊക്കെ രാഷ്ട്രങ്ങളിൽ, നമ്മൾ ഈ താമസിക്കുന്ന രാഷ്ട്രത്തിൽ പോലും ആ ഒരു മതത്തിൽ നിന്നുള്ള ആൾക്കാർ, ഇസ്ലാം മതത്തിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു വലിയ പെരുക്കം തന്നെ ഉണ്ടാകുന്നു. അവരുടെ ജനപ്പെരുപ്പം കാരണം അവര് ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ ഭരിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് ബ്രിട്ടനിൽ ഏകദേശം 6 മേയർമാരോളം ഇസ്ലാമികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫ്രാൻസിലും ഇത് കൂടി വരുന്നു. അതുപോലെ തന്നെ ലോക രാഷ്ട്രങ്ങളിലേക്ക് നോക്കുമ്പോൾ അവരുടെ ശക്തി വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇവരുടെ ഒക്കെ തണലിൽ നിന്നുകൊണ്ട് അന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ ആ ഒരു അധികാരത്തിന്റെ ആ ഒരു ശൈലിയിലാണ് അന്ന് അവർ വന്നതെങ്കിൽ ഇന്ന് ആ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് അവർ ശക്തി പ്രാപിക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ ഒരു സാമ്രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ, ഒട്ടോമൻ സാമ്രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള വലിയൊരു ശക്തി പ്രബലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ വചനം ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിൽ അവർ കടന്നു വന്നിട്ട് ജനങ്ങൾ കൂടുമ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ബൈബിൾ എടുത്ത് മാറ്റണം. പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് ബൈബിൾ എടുത്ത് മാറ്റിക്കൊണ്ട് അവിടെ ഖുർആൻ സ്ഥാപിക്കുന്നു. ക്രിസ്ത്യൻ ആരാധനകൾ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ ആരാധനകളെ മാറ്റിക്കൊണ്ട് അവരുടെ മാത്രം ആരാധനകൾ നടത്തപ്പെടുന്ന ഒരു രീതി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വീണ്ടും ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ആ ശക്തികൾ അവര് വലിയ ഹിഡൻ അജണ്ടയോടുകൂടി അവർ കടന്നു വന്നിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രാർത്ഥിച്ച് ബലപ്പെടണം. ബലപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾക്ക് അധീനരായി പോകാതെ ദൈവത്തിന്റെ ആ നിത്യരാജ്യത്തിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. 10 കൊമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ 10 കൊമ്പ് എന്താണെന്ന് വ്യക്തമായി വരുന്നതേ ഉള്ളൂ. പലരും പറയും അത് ഈ റോമിന്റെ ആണ്, ഇതാണ്, അതാണ്. ഒന്നുമല്ല, അത് ആയി വരുന്നതേ ഉള്ളൂ. വന്നു കഴിയുമ്പോഴേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. കാരണം ഇവിടെ പേരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പേര് വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അന്നേരം അത് മനസ്സിലാകത്തുള്ളൂ. നമുക്കിത് ഊഹിക്കാം. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ സാമ്രാജ്യങ്ങൾ കടന്നു വരുന്നത്, ശക്തികളായിട്ട് കടന്നു വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ മുന്നോടിയാണ്. വീണ്ടും പറയുന്നു, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നു. കണ്ടോ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കൊമ്പുകളുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് ഉയർന്നു വരുന്നു. ഇനിയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. മൊത്തം വാക്യങ്ങളും പറയുന്നത് ആന്റിക്രൈസ്റ്റ് എന്ന ആ ഒരു പേഴ്സണെ കുറിച്ച് മാത്രമാണ്. ഇവിടെ ഒരു ചെറിയ കൊമ്പ് അവരുടെ ഇടയിൽ നിന്ന്, ആരുടെ ഇടയിൽ നിന്ന്? ഈ 10 കൊമ്പുകളുടെ ഇടയിൽ നിന്ന് മുളച്ചു വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കളിമണ്ണ് എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നെബൂഖദ്നേസർ കണ്ട ആ ബിംബത്തിന്റെ ഏറ്റവും താഴെ ഭാഗം കളിമണ്ണും ഇരുമ്പും കൂടെ കലർന്ന ആ ഒരു ഭാഗം ഒരിക്കലും തമ്മിൽ ചേരത്തില്ല. യൂറോപ്യൻ യൂണിയനെ നോക്കി, ഈ ലോകരാഷ്ട്രങ്ങളെയൊക്കെ നോക്കി, ആരെങ്കിലും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ചൊക്കെ നിൽക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് പരസ്പരം വിശ്വാസമൊന്നുമില്ല. ഇതൊക്കെ എന്തിന്റെയൊക്കെയോ ഒരു ഐക്യത്തിന്റെ പുറത്തൊക്കെ പോവുമല്ലേ. അപ്പോ ഇതൊന്നും ചേരുകയില്ല, ഇതൊന്നും തമ്മിൽ ചേരുകയില്ല. പക്ഷേ ചേർപ്പാൻ കഴിയുന്ന ഒരു വ്യക്തി കടന്നു വരുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ചേർപ്പാൻ കഴിവുള്ള ഒരു വ്യക്തി വരുന്നു. അവരുടെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്ന് അവൻ ഇവരെ ചേർക്കാനായിട്ട് പോവുകയാണ്. അന്നേരം ഒരു കാര്യം കൂടെ സംഭവിക്കും കേട്ടോ, അതുകൂടെ നമ്മൾ വായിക്കും. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം.
ഈ ഭാഗമൊക്കെ വായിച്ചു പോയേ പറ്റത്തുള്ളൂ. വെളിപ്പാട് 13:1 മുതൽ 4 വരെ ചെറുതെ വായിക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഓക്കെ, ഇത് നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ 10 കൊമ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആ 10 കൊമ്പിനെ അങ്ങനെയുള്ള ഒരു മൃഗം മഹാസമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി അവിടെ നമ്മൾ ഈ കണ്ട ദർശനത്തിലെ സിംഹമുണ്ട്, കരടിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്. ഇത് മാത്രമല്ല, 4ാമത് പറഞ്ഞിരിക്കുന്ന സാമ്രാജ്യത്തിന്റെ അധികാരവുമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4ാമത്തെ ഭരണം എന്ന് പറയുന്ന റോമൻ സാമ്രാജ്യമായിരുന്നുവെങ്കിൽ അതിന്റെ തണലിൽ ആ അധികാരത്തിന്റെ ശൈലിയിലാണ് ഒട്ടോമൻ സാമ്രാജ്യം ഈ രാജ്യങ്ങൾ, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾ കീഴടക്കിയതെങ്കിൽ വീണ്ടും ഇത് തന്നെ സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. വീണ്ടും ഇതേ രീതിയിൽ തന്നെ അവര് കടന്നു വരികാനായിട്ട് പോവുകയാണ്. റോമിന്റെ ആ പ്രദേശങ്ങളുടെ തണലിൽ നിന്നുകൊണ്ട് അധികാരം പ്രാപിക്കുമ്പോൾ അവന് സിംഹത്തിന്റെ ശക്തി ഉണ്ടാകും, അതുപോലെ തന്നെ കരടിയുടെ ശക്തി ഉണ്ടാകും, അതുപോലെ പുള്ളിപ്പുലിയുടെ വേഗതയും ഉണ്ടാകും. ഇവിടെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇനി അതോടൊപ്പം 3 രാജ്യങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞിരിക്കുക. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. ഇതിനകത്തിൽ 3 രാജ്യങ്ങൾ, 10 കൊമ്പുള്ള ആ 10 കൊമ്പെന്ന് പറഞ്ഞിരിക്കുന്ന 10 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങൾ ഇവരെ എതിർക്കും. ആ എതിർത്ത് കഴിയുമ്പോൾ ആ രാഷ്ട്രങ്ങളെ അവൻ തള്ളിക്കളയും. അവൻ വളരെ തന്ത്രപൂർവം അതിനെ തള്ളിക്കളയും, അവരെ നശിപ്പിച്ചു കളയും. അതാണ് പറയുന്നത് വേരോടെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ കൊമ്പില് എന്തിനാ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിലെ മനുഷ്യൻ ദൈവികമല്ലാത്തത് ചെയ്യുമ്പോൾ അവന്റെ കണ്ണ് ഏതിലേക്കായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവന്റെ കണ്ണ് ഇപ്പോഴും നമ്മുടെ ഈ ലോകത്തിലേക്ക് നോക്കി, കണ്ണ്, എല്ലാവരുടെയും കണ്ണ് എങ്ങോട്ടാ? കൂടുതൽ കാര്യങ്ങളിലേക്കാ. അപ്പോ എന്താ പറയുന്നത്, ബുദ്ധി കൂർമ്മതയിലേക്ക്, അറിവിലേക്ക്, ജ്ഞാനത്തിലേക്കാ. പല പുസ്തകങ്ങളും പലരും വായിച്ച് തള്ളുന്നു. എന്തിനു വേണ്ടിയിട്ടാ? കൂടുതൽ നമ്മളുടെ മെച്ചമുണ്ടാകുവാനായിട്ട്, കൂടുതൽ നമ്മളുടെ സ്ഥിതികളൊന്ന് മാറ്റിമറിക്കുവാനായിട്ട് പുസ്തകങ്ങൾ വായിച്ചു കൂട്ടുന്നു, പുതിയ കോഴ്സുകൾ ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നവരാ. എന്തിനു വേണ്ടിയിട്ടാ? മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനുഷ്യന്റെ കണ്ണ് ഇപ്പോഴും അതിലാണ്. മനുഷ്യന്റെ കണ്ണ് ബുദ്ധി കൂർമ്മതയിലേക്ക്, അറിവിലേക്ക്, ജ്ഞാനത്തിലേക്ക് അവന്റെ കണ്ണ് എപ്പോഴും നട്ടിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ വീണ്ടും നമുക്ക് കാണാം, അവന്റെ വായ വമ്പ് പറയുന്ന വായാണ്. വലിയ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ, ചെറിയ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. വലിയ കാര്യങ്ങൾ മാത്രമേ പറയാനായിട്ടുള്ളൂ. സ്വന്തമായിട്ട് പുകഴ്ത്തി പറയുവാനും, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും, സ്വന്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുവാനും അവന് വ്യക്തമായിട്ട് അറിയാം. വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ ത്രസിപ്പിച്ചു നിർത്തുന്ന അനേകര് ഇന്ന് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എതിർ ക്രിസ്തുവിന്റെ വമ്പുള്ള എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ അപ്പുറമായിരിക്കും. ആളുകളെ പറഞ്ഞ്
അവരുടെ മനസ്സിനെ തിരിക്കുവാൻ കഴിവുള്ള വലിയൊരു വ്യക്തിത്വമായിട്ടാണ് എതിർ ക്രിസ്തു വരുവാനായിട്ട് പോകുന്നത്. അവന്റെ വാഗ്ധോരണിയുടെ മുമ്പിൽ ഒരിക്കലും മനുഷ്യന് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധ്യമല്ല. അവന്റെ ഉപായങ്ങളുടെ മുമ്പിൽ മനുഷ്യന് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് വ്യക്തമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിലേക്ക് പോകുന്ന ആ ഒരു വലിയ കാഴ്ചയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത്രത്തോളം ഒന്നും ദൈവത്തെ അറിയുന്ന മക്കൾക്ക് പോകേണ്ടി വരത്തില്ല. അതിനു മുമ്പേ കർത്താവ് വരും. ഈ 10 രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അത് 10 രാജാക്കന്മാരാണെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുമ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. കണ്ടോ, മൃഗത്തോട് ഒന്നിച്ച്, ഈ മൃഗത്തോട് ഒന്നിച്ച് മാത്രം, വമ്പുള്ള വായും മനുഷ്യന്റെ കണ്ണുപോലെയുള്ള കണ്ണുമുള്ള വ്യക്തി കൊണ്ട് മാത്രമേ ഇവർ യോജിക്കുകയുള്ളൂ എന്ന് വ്യക്തമായിട്ട് ഈ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, ദാനിയേൽ പ്രവചനത്തിലൂടെ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്ന ഈ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ഈ പ്രസ്താവന നമ്മൾ വായിച്ച് അറിയണം. ഇന്നിതൊരു 10 പ്രാവശ്യം വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. 10 പ്രാവശ്യം വായിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാവത്തില്ല ഇതെന്താ ഈ പറഞ്ഞിരിക്കുന്നതെന്ന്. ഒന്ന് വായിച്ചു നോക്കണം. നമ്മള് ഒരെണ്ണം വായിക്കുമ്പോൾ വേറെണ്ണം മറന്നുപോകും. അതുകൊണ്ട് ഒരു 10 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. 7-ാം അധ്യായം മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. അതുകൊണ്ട് തിരിച്ചറിവുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. എതിർ ക്രിസ്തു ആരാണെന്ന് വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചു തന്നിരിക്കുക. എതിർ ക്രിസ്തു എവിടെ നിന്നാണ് വരുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുക. അതിനുള്ള തെളിവുകളും ഞാൻ അടുത്ത ആഴ്ചയിൽ അതിനെക്കുറിച്ച് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന സകല സാമ്രാജ്യങ്ങളുടെയും ശക്തി പൂണ്ട, ആ 4 സാമ്രാജ്യങ്ങളുടെയും അധികാരം പൂണ്ട, അല്ലെങ്കിൽ സിംഹത്തിന്റെ പ്രതാപം, പുള്ളിപ്പുലിയുടെ വേഗത, അതുപോലെ കരടിയുടെ ശക്തിയുള്ള, അതുപോലെ 4-ാമത്തെ മൃഗത്തിന്റെ ആ അധികാരം ലഭിച്ചിരിക്കുന്ന ഒരു മൃഗം വരാനായിട്ട് പോകുന്നു. ലോകം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ലോകത്തിനുള്ളവരല്ല, നമ്മൾ കർത്താവിനുള്ളവരാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ യേശുവിനെ സമർപ്പിച്ച് നാം പോകാൻ തയ്യാറെടുക്കണം. ഈ ലോകത്തില് സംഭവിക്കാനുള്ളത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അച്ചട്ടായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ പോകാനുള്ള സമയമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുമ്പോൾ നമ്മൾ മാറി നിൽക്കരുത്. ഈ വചനം പറഞ്ഞതനുസരിച്ച് ജീവിച്ച് നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിനുള്ളതാക്കി മാറ്റുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അങ്ങയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സാമ്രാജ്യങ്ങൾ കർത്താവേ അങ്ങയുടെ വചനത്തിന് പ്രകാരമാണല്ലോ വന്നിരിക്കുന്നത്, അവിടുത്തെ തിരുവിഷ്ട പ്രകാരമാണല്ലോ വന്നിരിക്കുന്നത്. കർത്താവേ, ഈ ലോകം മുഴുവൻ മഹാസമുദ്രത്തിൽ വൻ കാറ്റുകൾ അടിക്കുന്നത് പോലെ ഈ ലോകം മുഴുവൻ ഇളകി മറിയുമ്പോൾ അത് ദൈവമാണ് നിയന്ത്രിക്കുന്നതെന്നുള്ള വലിയ ബോധ്യത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ആകാശത്തിലെ ശക്തികൾ ഇളകുന്നത് കാണുമ്പോൾ, ഈ ലോകത്തിൽ വൻ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുമായിട്ട് രാഷ്ട്രങ്ങൾ തമ്മിലടിക്കുമ്പോൾ, കർത്താവേ, അങ്ങയുടെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണം. കൃപകളാൽ നയിക്കണം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, Achan. That was really good. Thank you. Thank you, Achan.